ഇത് നമ്മളെ 2 ദിവസത്തെ വീഡിയോ ആണ്. വൈകുന്നേരത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ കുറച്ചെന്ന് വെച്ചാൽ ഇത് പുഴുങ്ങിയെടുക്കുകയൊക്കെ ചെയ്യുന്നതൊന്നും എടുത്തിട്ടില്ല. ഇത് കട്ട് ചെയ്യുന്നിടം വരെ എടുത്തിട്ടുള്ളൂ. പിന്നീട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നീട് നമ്മളെ ബാക്കി വരുന്നത് പിറ്റേന്ന് രാവിലെ മോളെ സ്കൂളിൽ വിടുന്ന നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതാണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇത് പുഴുങ്ങാനായിട്ട് കപ്പയും ചേനയും കൂടെ ഇട്ട് പുഴുങ്ങാനായിട്ട് ചേന വെട്ടുന്നുണ്ട്. പക്ഷേ ചേനയിൽ കൊള്ളുന്നുണ്ടെങ്കിലും അത് പീസാവുന്നില്ല. പിന്നെ ഏറ്റവും അവസാനം ചേട്ടനെ തന്നെ വിളിച്ച് ചേട്ടൻ വന്ന് വെട്ടിയപ്പോഴത്തേക്ക് അത് തുണ്ടൊക്കെ ആയി. അങ്ങനെ നമ്മൾ കപ്പയും അതുമൊക്കെ പുഴുങ്ങി കാന്താരി ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് രാത്രിയിൽ അമ്മയും ചേട്ടനും തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയും ചെയ്ത് പിറ്റേന്ന് രാവിലത്തെ ഉള്ള കാര്യങ്ങളാണ് ബാക്കി. ഇത് അപ്പം മോൾക്ക് സ്കൂളിൽ പോകണമല്ലോ. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഒരു 5 മണിയായപ്പോൾ തന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ ആ ജനലൊന്ന് തുറന്നിട്ടാലേ പിന്നെ ഒരു സുഖമുള്ളൂ. കാരണം കാറ്റും കാര്യങ്ങളുമൊക്കെ തണുത്ത കാറ്റായിരിക്കും വരുന്നത്. രാവിലെയല്ലേ വെളുപ്പിനല്ലേ. പിന്നെ അമ്പലത്തിൽ പാട്ടിട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കേൾക്കാനും എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ്. ഇന്നിപ്പം ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്നതെല്ലാം എടുത്ത് പുറത്ത് വെക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറപ്പുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ മറക്കും. അപ്പോൾ വീണ്ടും പോയി ഫ്രിഡ്ജ് തുറക്കും. അപ്പോൾ അമ്മയും ചേട്ടനും വീട്ടിൽ നിന്ന് ഇത് തോരൻ വെക്കുന്ന ഒരു സൈസ് ഇല, ഇത് ചേമ്പിൻ്റെ ഇലയുടെ കണക്കിരിക്കും. അപ്പം ചേനയുടെ ഇലയുടെ കണക്കിരിക്കും. അപ്പം അതെടുത്ത് തോരൻ വെക്കാമെന്ന് കരുതി. കാരണം ഇലകൾ ചീര അങ്ങനത്തെ ഉള്ള ഇലത്തോരങ്ങൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഇച്ചിരി തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വാട്ടിയെടുത്ത് അവൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഞങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ചൂടാക്കാൻ വെച്ച് പതിവുപോലെ. പിന്നെ നമ്മൾ മോൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോറ് അവൾക്ക് രാത്രി വരെ ഉണ്ട്. അത് അധികം വരും. അപ്പം അത്രയും കൂടി ഇട്ടാലേ ആ കലത്തിൽ അത് വേവത്തുള്ളൂ. അതുകൊണ്ട് അത് ഇച്ചിരി തോനയും അരിയിട്ട് ഇടുന്നത്. ഞങ്ങൾക്കിനി പിന്നെ വെക്കത്തേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ തലേന്ന് പുഴുങ്ങിയ ചേനയും പിന്നെ കപ്പയും കാന്താരി ചമ്മന്തി എല്ലാം ഫ്രിഡ്ജിലിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്ത് വെളിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ മോള് പോയി കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ കാപ്പിയോ കാര്യങ്ങളോ ഉണ്ടാക്കണ്ട. കാരണം അത് വെച്ചിരുന്നാൽ അത് കളയും. അപ്പം അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തണുപ്പൊക്കെ മാറുമല്ലോ. രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും അത് തണുപ്പൊക്കെ മാറും. അപ്പോൾ അത് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ തേങ്ങ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ രാവിലെ പടപടാ നടക്കുന്നുണ്ട്. രാവിലെ തേങ്ങ പൊട്ടിക്കുന്നതും എനിക്ക് മടിയാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്ന തേങ്ങയും നമ്മൾ അപ്പോൾ പൊട്ടിച്ചെടുക്കുന്ന തേങ്ങയും രണ്ടും വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പൊട്ടിച്ചങ്ങനെ തിരിങ്ങേൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെക്കും. അല്ലാതെ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെക്കാറില്ല. അങ്ങനെ തേങ്ങ തിരിങ്ങാൻ പോയി. ഞാൻ തേങ്ങ തിരിങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് കൈയും മുറിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ എനിക്ക് എപ്പോൾ തേങ്ങ തിരിഞ്ഞാലും മിക്ക ദിവസവും രാവിലെ കൈ ഇതുപോലെ പോറാറുണ്ട്. അങ്ങനെ ഞാൻ ആ ബ്ലഡ് പോകാൻ വേണ്ടി വെള്ളം ഇങ്ങനെ കാണിച്ച്. കാരണം നമ്മൾ ഇനിയിപ്പം ഉള്ളിയൊക്കെ അരിയുമ്പോൾ കൈയൊക്കെ ഇനിയിപ്പം നീറും. ഇനിയിപ്പം കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിനകത്ത് കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഐസും കൂടെ എടുത്ത് ഒന്ന് മുറിവിലോട്ട് തേച്ചപ്പോഴത്തേക്ക് ഇച്ചിരിയല്ലേ മുറിഞ്ഞിട്ടുള്ളൂ. ആ ബ്ലഡ് വരക്കം അതവിടെ അങ്ങ് നിന്ന്. എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ച് ചമ്മന്തിയും തോരനും മുട്ട വറുത്തതും ആക്കാമെന്ന മൂക്ക് കൊടുത്തു വിടാൻ ആക്കാമെന്ന് കരുതി. അപ്പം അതിന് വേണ്ടിയിട്ട് താണ്ട് ചമ്മന്തിക്കുള്ള, കാരണം ഇച്ചിരിയോളം മതി, അവൾക്ക് അത് മതിയല്ലോ. പിന്നെ നമ്മളെ ഈ ജാറിലൊരു പൊടി ഇട്ട് അരയ്ക്കുമ്പോൾ അരയാൻ പാടാണ്. ജാറൊക്കെ പഴയതായി, ബ്ലേഡിൻ്റെ മൂർച്ചയും കാര്യങ്ങളൊക്കെ പോയി. ഒരു താളത്തിൽ ഞാനങ്ങ് കൊണ്ടുപോകുന്നു. ചാവല്ലേ എന്ന് പറഞ്ഞ് ചാവ് ഇടയ്ക്കിടയ്ക്ക് മിക്സി ചാവും. അപ്പം ഞാൻ 2 തട്ടും കൊട്ടുമൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ആ കൊച്ചങ്ങ് ഉഷാറാവും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ചുകൂടെയൊക്കെ ഓടും. അത് മാക്സിമം ഓടുന്നിടം വരെ ഓടട്ടെ എന്നും പറഞ്ഞാണ് ഞാനും നിൽക്കുന്നത്. അങ്ങനെ നമ്മളെ ചമ്മന്തിക്കുള്ള കലാപരിപാടികളെല്ലാം നോക്കുന്നുണ്ട്. ഉള്ളിയും കാര്യങ്ങളും എല്ലാം ഇട്ട് നല്ല എന്ന് വെച്ചാൽ കാന്താരി മുളക് ഇടാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല. അപ്പം ഇഞ്ചിയൊക്കെ ഇച്ചിരി കൂടുതലിടുന്നുണ്ട്. ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ തേങ്ങ കുറവാണെങ്കിലും എന്ന് വെച്ചാൽ ഒരുപാടല്ല അതിനാവശ്യമുള്ളത്. പക്ഷേ ഇഞ്ചി ഞാൻ ഉള്ളിയും കാട്ടി ഒരു ഇത്തിരിയും കൂടെ കൂടുതലിടും. അവൾക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് പുളിയൊക്കെ ഇട്ട് നല്ലൊരു ചമ്മന്തി അരച്ച് അതങ്ങ് മാറ്റി വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ തോരൻ വെപ്പ്. ഇലയെല്ലാം ഞാൻ അരിഞ്ഞ് അപ്പം തന്നെ എടുത്ത് തലേന്നേ അരിഞ്ഞ് വെച്ചില്ല. ഇത് പഞ്ഞി പോലെ ഇരിക്കുന്ന അരിയാൻ നല്ല സുഖമാണ്. കീറി പെട്ടെന്ന് അരിഞ്ഞ് പാത്രത്തിലോട്ട് ആക്കാൻ പറ്റും. സ്പോഞ്ചായിട്ടായിരിക്കുന്നത്. അതിൻ്റെ തണ്ടൊക്കെ കാണുമ്പോൾ നമ്മളേക്കും ഭയങ്കര കട്ടിയാണ്. പക്ഷേ അങ്ങനെ അല്ലാത്തൊലി ഇങ്ങനെ ഈരിയെടുക്കാൻ പറ്റും നമുക്ക്. നമ്മളെ പച്ചക്കായ ഇരിഞ്ഞെടുക്കുന്നതൊക്കെ ഇങ്ങനെ ഇരിഞ്ഞെടുക്കാൻ പറ്റും. സംഭവം നല്ല സോഫ്റ്റാണ്. കുറച്ച് നേരം വന്നിട്ട് നമ്മൾ വേവിക്കണം, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് തവിഞ്ഞ് കിട്ടും. നമ്മൾ ചീര
എങ്ങനെ തവിയുന്നത് അതുപോലെ തന്നെ ഇടുമ്പോൾ ഒത്തിരി കാണും, തവിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചുവട്ടിലേ തോരൻ കാണത്തുള്ളൂ. പിന്നെ തേങ്ങയൊക്കെ ഇടുമ്പോൾ നമുക്കത് മതിയല്ലോ. അപ്പോൾ ഞാനത് ഫുള്ള് എടുത്തിട്ടില്ല, ഞാൻ കുറച്ചേ എടുത്ത് അരിഞ്ഞിട്ടുള്ളൂ. നമുക്കത് മതി. ബാക്കി ഞാൻ അതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ഇതാണ് നമ്മുടെ ജോലിയും കാര്യങ്ങളും എല്ലാം ഒതുങ്ങി മോക്കുള്ള ചോറും തോരനും മുട്ട വറുത്തതും ചമ്മന്തി എല്ലാം എടുത്ത് വെച്ച്, പിന്നെ സ്നാക്സിന് കേക്കും ഒരാപ്പിളിൽ ഒരു ചെറിയ കഷ്ണം ആപ്പിൾ എടുത്തിട്ട് രണ്ടായിട്ട് മുറിച്ച് അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രാവിലത്തെ നമ്മളെ വെപ്രാളവും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മറക്കണ്ട, നമ്മളെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.